അമ്മയ്ക്ക് ഉറക്കമൊന്നുമില്ലേ? വെളുപ്പിന് 3 മണിക്ക് തന്നെ എണീച്ച് ജോലി തുടങ്ങിയോ? ഇതെന്താ അമ്മേ വെളുപ്പം കാലത്തൊരു പാചകം? അയ്യോ, നീ കുക്കറിന്റെ ശബ്ദം കേട്ട് എണീറ്റാ? സോറി മോനെ. അമ്മ ഇതെപ്പോ ഉണർന്നു? ഉറങ്ങിട്ട് വേണ്ടേ ഉണരാൻ? അമ്മ എന്തിനാ ഇങ്ങനെ ഉറക്കം കളഞ്ഞ് ജോലി ചെയ്യുന്നത്? ഇത് ഇത്ര നേരത്തെ തുടങ്ങേണ്ട കാര്യമുണ്ടോ? ഇല്ലെങ്കിൽ തീരൂല ബാലു. ഇന്ന് എനിക്കൊരു എക്സ്ട്രാ ഓർഡറും കൂടി ഉണ്ട്. ഈ കഠിനാധ്വാനം ആരോഗ്യത്തിന് അത്ര നല്ലതല്ല, പറഞ്ഞേക്കാം. വല്ല രോഗവും വന്ന് കിടപ്പിലാവാൻ ഈ ഉറക്കമില്ലായ്മ മാത്രം മതി. നോക്ക് ബാലു, ഞാൻ സ്കൂളിൽ പോകുന്നോണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. അമ്മക്ക് അത്രേ വേണ്ടു. പിന്നെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയത് ഫ്രീ ആയിട്ടൊന്നുമല്ല, ഓർക്ക് പറഞ്ഞ ഫീസ് കൊടുക്കണം. നീ ഇതൊന്നും കേട്ടിട്ട് ടെൻഷൻ ആവണ്ട. അമ്മ ഇതെല്ലാം മാനേജ് ചെയ്തോളാം. നീ പോയി കിടന്നോ, ചെല്ല്. നേരം വെളുക്കാൻ ഇനിയും കുറേ സമയമുണ്ട്. നീ പോന്നില്ലേ? പറയുന്ന കേക്കുമോനെ, പോയി കിടന്ന് ഉറങ്ങിക്കോ. ചെല്ലടാ, വെറുതെ ഉറക്കൊഴിയണ. എന്താ ഇത്? അമ്മ പതിവില് സ്പീഡിലാണല്ലോ ഇന്ന്. വെളുപ്പിന് 3 മണിക്ക് തുടങ്ങിയ ജോലി ചെയ്ത് ഏത് സാരിയാ ഉടുക്കണ്ടേ? ഇതാ. ഇത് മതി. ഓക്കെ അല്ലേ? സുധാമണി റീഓൾഡ്. റീഓൾഡ് അല്ല, റീലോഡഡ്. റീലോഡഡ് എങ്ങനെയുണ്ട്? നല്ലേണ്ടാ? അമ്മ ഒരു മിനിറ്റ്. ഇവനിതോടെ പോയി. എന്നും ഞങ്ങൾ പോവാൻ തുടങ്ങുമ്പോ അമ്മയല്ലേ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത്? അമ്മയുടെ കൈ കൊണ്ടുള്ള ആഹാരം കഴിച്ച ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നല്ല ദിവസവും ആരംഭിച്ചത്. അതുകൊണ്ട് അമ്മയുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസം അമ്മ ഞങ്ങൾ തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. അമ്മ വാ തുറന്നേ. മതി മതി മതി. പോവാൻ സമയായി. മീനാക്ഷിനെ ഞാൻ മഞ്ജുവിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചോളാം. പോട്ടെ.
ഓൾ ദി ബെസ്റ്റ് അമ്മ. താങ്ക്സ് മൈ സാഗർ എലിയാസ് ജാക്കി. അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട്. അത് നമ്മൾ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ ഈ ഉത്സാഹവും ചിരിയും ഒക്കെ. മോളെ മീനു, മീനാക്ഷി എണീക്ക് മോളെ. മോളെ വേണ്ട സുധേച്ചി, അവളെ വിളിക്കണ്ട. അവൾ ഇന്ന് സ്കൂളിൽ വരുന്നില്ലെന്ന് ഉറച്ച വാശിയില്ല. അതെങ്ങനെയാ ശരിയാവുക? ഓള് സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ ഓളെ അറ്റൻഡൻസ് നഷ്ടപ്പെടൂലേ? ഇന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളെല്ലാം പിന്നെ എങ്ങനെയാ ഓള് പഠിക്കുക? എന്നോടുള്ള ദേഷ്യത്തിന്റെ പേരില് സ്കൂളിൽ പോകാണ്ടിരിക്കാൻ ഞാൻ സമ്മതിക്കൂല. മീനാക്ഷി മോളെ സ്കൂളിൽ പോകാൻ സമയായി. ചേച്ചി ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഇപ്പൊ അവളെ നിർബന്ധിച്ച് വിളിച്ചുണർത്തിയ അത് കൂടുതൽ പ്രശ്നമാവേ ഉള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ അച്ഛനമ്മമാര് സ്കൂളിൽ കൊണ്ടുവിടാൻ ചെല്ലുന്നത് പോലും ഇഷ്ടാവില്ല. അവരുടെ അനുവാദമില്ലാതെ സ്കൂളിൽ പോയി അവരുടെ ടീച്ചറെ കാണുന്നതോ പഠനകാര്യങ്ങൾ അന്വേഷിക്കുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടാവില്ല. സ്കൂളും കൂട്ടുകാരും അവരുടെ കളിച്ചിരികളും അവരുടെ സന്തോഷങ്ങളും ഒക്കെ ഒരു പ്രത്യേക ലോകമായിട്ടാ അവർ കാണുന്നത്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് മറ്റാരും കടന്നു കയറുന്നത് അവർക്ക് ഇഷ്ടാവില്ല. അപ്പോഴാ സുധേച്ചി അവളുടെ ക്ലാസ്സിലിരുന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ പ്രായത്തിൽ അമ്മ സ്കൂളിലേക്ക് വരുന്നതും തന്റെ ക്ലാസ്സിൽ പഠിക്കുന്നതും നാണക്കേടല്ലെന്നും അത് തനിക്കും കൂടി അഭിമാനമാണെന്നൊക്കെ അവൾക്ക് ഉൾക്കൊള്ളാൻ കുറച്ചുകൂടി സമയമെടുക്കും. ഞാൻ ഓളെ ഒരു സ്വാതന്ത്ര്യത്തിലും ഇടപെടാൻ പോകുന്നില്ല. ഓക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യുകയില്ല. എന്റെ മോളൊന്നിച്ചിരുന്ന് പഠിക്കുന്നതില് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്ന കാര്യമൊന്നല്ലല്ലോ ഇത്. അച്ഛനും മക്കളും അമ്മയും എല്ലാം ഒരുമിച്ച് പഠിക്കുന്നതും പാസ്സാവുന്നതുമായ എത്രയോ വാർത്തകൾ പത്രത്തിൽ വന്നിട്ടുണ്ട്. എല്ലാം വായിച്ചിട്ട് എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. വാർത്തകളൊക്കെ പത്രത്തിൽ വരുമ്പോഴും ടിവിയിൽ കാണുമ്പോഴും എല്ലാവരും വായിക്കുകയും കാണുകയും ചെയ്യും. അതൊക്കെ എല്ലാവർക്കും വലിയ സന്തോഷമാവും. പക്ഷെ അതൊക്കെ സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോ ചിലപ്പോ ആർക്കും അത് അംഗീകരിക്കാനേ പറ്റില്ല. മീനാക്ഷി ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് മാത്രം ചേച്ചി കരുതിയാ മതി. എന്തായാലും ഇന്ന് സ്കൂളിൽ ചേച്ചിയുടെ ആദ്യത്തെ ദിവസമല്ലേ, അതിന്റെ സുഖം നഷ്ടപ്പെടുത്തണ്ട. ചേച്ചി സ്കൂളിലേക്ക് പോ. എന്നാലും എന്റെ മോളുടെ കയ്യും പിടിച്ച് സ്കൂളിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് എത്ര സന്തോഷായിനെ. ആ സന്തോഷമൊക്കെ അനുഭവിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. സാവധാനത്തിൽ കാര്യങ്ങളെല്ലാം ആ നിലയിലേക്ക് വരും. ചേച്ചി ഇപ്പൊ സമാധാനമായിട്ട് സ്കൂളിലേക്ക് പൊയ്ക്കോ. അവൾ ഉണരുമ്പോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ചേച്ചി പൊയ്ക്കോ. ആ സുധേച്ചി, എന്നാ ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ഓയ് ഗണേശ, ആ. അല്ല ആ പെണ്ണെന്താ ഇവിടെ കൂടെ സ്കൂളിൽ പോവാത്തെ? അല്ല ഞാൻ ചോദിച്ച ഇയാൾ കേട്ടില്ലേ? ഇവളുടെ മോളെന്താ സ്കൂളിൽ പോകാത്തേന്ന്? ഓ ഞാൻ പറഞ്ഞ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാ തോന്നുന്നത്. വേണ്ട, ഞാൻ തന്നെ ചോദിച്ചേക്കാം. എടി സുധാമണി, അതെ, അവരൊരു നല്ല കാര്യത്തിന് പോവാ. വെറുതെ ദുശകുനം പോലെ ആവശ്യമില്ലാത്തത് ചോദിച്ചോണ്ട് അവരെ ശല്യം ചെയ്യരുത്. ഒരു നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിലും വേണ്ട, വെറുതെ ദുഷിച്ച വർത്തമാനം പറയല്ലേ പിള്ള സാറേ. ഞങ്ങളുടെ രാവിലെ ആറ്റുകാൽ അമ്പലത്തിൽ പോയി നിനക്ക് വേണ്ടി ഒരു പുഷ്പാഞ്ജലി നടത്തി. അതിന്റെ പ്രസാദമാണ് ഇതാ സുധാമണി.
എന്തത്? താങ്ക് യു ശങ്കുണ്ണി. പോട്ടെ ബൈ. ബൈ. മോളെ അപ്പു, എന്താ ലേറ്റ് ആയേ? ബാലു ഓഫീസിൽ പോയല്ലോ. ഞാനിന്ന് ബാലുവിനെ പിക്ക് ചെയ്യാൻ വന്നതല്ല, പിന്നെ എന്റെ പ്രിയപ്പെട്ട അമ്മായിയമ്മയെ കൊണ്ടുപോകാൻ വന്നതാ. ബാലുവിന് ഓഫീസിൽ ഇന്നൊരു ടീം ഡിസ്കഷൻ ഉണ്ട്. അതാ അല്പം നേരത്തെ പോയത്. എനിക്കത് കഴിയുമ്പോഴേക്കും ഓഫീസിൽ എത്തിയാ മതി. അപ്പൊ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നത് എന്തിനാ? നല്ല ചോദ്യം. ഇന്ന് സ്കൂളില് ആന്റിയുടെ ഫസ്റ്റ് ഡേ അല്ലേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം, വാ. അപ്പു, ആ എനിക്കിപ്പോ എന്നാ തോന്നുന്നറിയാ? എന്താ? ഒരമ്മ മോളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വിടുന്ന പോലെ ഒരു തോന്നൽ. ആഹാ, അത് കൊള്ളാലോ. എന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ അമ്മയാക്കിയല്ലേ? അയ്യോ അല്ല മോളെ, ഞാൻ ഈ പ്രായത്തില് എന്നെ തന്നെ ഒരു വിദ്യാർത്ഥിനി ആക്കിയതാ. എന്തായാലും ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സ്വന്തം അമ്മായിയമ്മയെ പഠിക്കാനായി സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഭാഗ്യം മറ്റൊരു മരുമകൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല. ഈ പ്രായത്തിൽ സ്കൂളിൽ പോകുന്ന അമ്മായി അമ്മമാരും ഉണ്ടാവില്ലല്ലോ. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവരെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു മരുമോളും ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും ഭാഗ്യം കിട്ടിയത് എനക്കാ. സത്യത്തിലില്ലേ, എനിക്ക് വല്ലാത്തൊരു സുഖം മനസ്സുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുത്തിരിക്കുന്ന വഴി ഇത്തിരി കഠിനമാണ്. എനിക്ക് ഈ കഠിനമായ വഴിയിലൂടെയുള്ള യാത്രയല്ലേ ശീലം മോളെ. ഇപ്പോ എളുപ്പമുള്ള വഴി കണ്ടാലുണ്ടല്ലോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. അതുകൊണ്ട് മോള് വിഷമിക്കണ്ട, ഞാൻ അങ്ങ് ജീവിച്ചു പോയിക്കോളും. 10ാം ക്ലാസ് ആണ് ആന്റി, അതും ഇംഗ്ലീഷ് മീഡിയം. ട്യൂഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. അതിനാ മഞ്ജുളി ഉണ്ടല്ലോ, ഓളെ ഇംഗ്ലീഷ് അടിപൊളിയാ. ഓളെനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കണക്ക്, അതിനെനിക്ക് ആരെ സപ്പോർട്ടും ആവശ്യമില്ല. പക്ഷെ ഞാൻ പെടാൻ പോകുന്നത് സയൻസിലാ. അതിന് പിന്നെ മോളുണ്ടല്ലോ അല്ലേ? ആ, നന്നായിരിക്കും. സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്ക് എപ്പോഴും തല്ലുള്ളുന്നത് ആ ഒരു സബ്ജക്റ്റിനാ. അത് ഞാൻ പഠിപ്പിച്ച ഉറപ്പായിട്ടും ആന്റി തോക്കും. അയ്യോ, എന്നാ നീ എന്നെ സയൻസ് പഠിപ്പിക്കണ്ട, എനക്ക് തോക്കാനാവൂലപ്പാ. ഞാൻ പഠിച്ച സെറ്റായ ശേഷം മോളെ ഞാൻ പഠിപ്പിക്കാം, എന്താ? അപ്പൊ സയൻസിലും മോളൊരു കിടിലാവും. എന്റെ ഒരു മോള് കൂടെ നിന്നില്ലെങ്കിൽ എന്താ, മറ്റൊരു മോളും എന്റെ കൂടെ ഉണ്ടല്ലോ. അത് കഴിക്കും മോളെ. എനിക്ക് വേണ്ട. സംഭവിച്ചതിനൊന്നും നിന്നെ ഞാൻ കുറ്റം പറയില്ല. നിന്റെ പ്രായത്തിലുള്ള ഏതൊരു പെൺകുട്ടി ആയാലും അങ്ങനെയൊക്കെ തന്നെ പെരുമാറൂ. നിന്റെ അമ്മയെ നീ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാ അങ്ങനെ സംഭവിച്ചത്. അപ്പൊ ഇതൊക്കെ എന്റെ തെറ്റാണോ ചേച്ചി പറയുന്നേ? തെറ്റാണെന്നല്ല, പ്രായത്തിന്റെ പക്വത ഇല്ലായ്മ കൊണ്ട് നീ എടുത്ത തീരുമാനം തെറ്റിപ്പോയെന്നേ പറഞ്ഞുള്ളൂ.
ഇതുപോലൊരു അവസ്ഥ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അന്ന് എന്റെ അമ്മയെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. ആ സ്ഥാനത്താ ഞാനിപ്പോ നിന്നെ കാണുന്നെ. എനിക്ക് നിന്റെ അമ്മയെ സുതേച്ചി മനസ്സിലാവും. അവരുടെ ഉള്ളിലെ സങ്കടം അറിയാൻ പറ്റും. ഞാൻ അത്ര കൊച്ചുകുട്ടിയൊന്നും അല്ല, കാര്യങ്ങളൊക്കെ എനിക്കും മനസ്സിലാവും. ഇപ്പോഴത്തെ സിലബസ് ഞങ്ങൾക്ക് തന്നെ പഠിക്കാൻ പറ്റുന്നില്ല, അപ്പോഴമ്മയ്ക്ക്. ഇത് അമ്മയുടെ വാശിയാ. ഈ വാശി ഞാൻ സമ്മതിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. അപ്പൊ നീ കാണിക്കുന്നതോ അത് വാശിയല്ലേ? ഒരു കാര്യം നീ മനസ്സിലാക്കണം, വാശി കൊണ്ട് ഇന്ന് വരെ ആരും ജീവിതത്തിൽ ജയിച്ചിട്ടില്ല. അമ്മ പറഞ്ഞു തന്നിട്ടാണോ മഞ്ജുവിന്റെ എന്നെ ഇങ്ങനെ ഉപദേശിക്കുന്നേ? നിനക്ക് അങ്ങനെ തോന്നിയോ? ഞാൻ നിന്നെ ഉപദേശിച്ചതല്ല. ഞാൻ ഇപ്പോഴും എന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന പോലൊരു ദുഃഖം ഒരിക്കലും നിനക്കുണ്ടാവരുതെന്ന് കരുതി പറഞ്ഞതാ. ഇനി ഈ ജന്മത്ത് ആ ദുഃഖം മാറ്റാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്നപ്പോഴാ ഒരിക്കൽ കൂട്ടുകാരെല്ലാരും കൂടി ടൂറ് പോകാൻ വേണ്ടി അമ്മയോട് 2000 രൂപ ഞാൻ ചോദിച്ചു. അന്നത്തെ കഷ്ടപ്പാട് കാരണം എന്റെ അമ്മയ്ക്ക് ആ പൈസ തരാൻ കഴിഞ്ഞില്ല. അന്നത്തെ അമ്മയുടെ ദാരിദ്ര്യവും സങ്കടമൊന്നും എനിക്ക് മനസ്സിലാക്കാനൊന്നും സാധിച്ചില്ല. ഞാൻ എന്റെ അമ്മയോട് പിണങ്ങി ദിവസങ്ങളോളം അച്ഛമ്മയുടെ വീട്ടിൽ പോയി താമസിച്ചു. വേണമെങ്കിൽ ഇപ്പൊ നീ കാണിച്ചതുപോലെ തന്നെയെന്ന് പറയാം. ദിവസങ്ങളോളം ഞാൻ അമ്മയോട് മിണ്ടാനേ പോയില്ല, വിളിച്ചതുമില്ല. ഇതിനിടയിൽ ഒരു ദിവസം അമ്മയുടെ പിറന്നാൾ വന്നു. ഞാൻ അമ്മയൊന്ന് വിഷ് ചെയ്തതുപോലുമില്ല. ഞാൻ എന്റെ അമ്മയോടുള്ള വാശി അങ്ങനെ തന്നെ തുടർന്നു. എന്നിട്ട് അമ്മ ചേച്ചിക്ക് 2000 രൂപ തന്നോ? ചേച്ചി ടൂറിന് പോയോ? എവിടെ? അതൊന്നും സംഘടിപ്പിച്ചു തരാൻ അന്ന് അമ്മയ്ക്ക് പറ്റിയില്ല. പക്ഷേ പിന്നീടാ ഞാൻ മനസ്സിലാക്കിയത്, ആ പിറന്നാൾ ദിവസം എന്റെ അമ്മ ഭക്ഷണം കഴിച്ചില്ല, അമ്പലത്തിൽ പോവുകയോ പുതിയ വസ്ത്രം ധരിക്കുകയോ ചെയ്തില്ല. എന്തിന്? ഒരു മുറിയിൽ രാവും പകലും അമ്മ പട്ടിണിയിരുന്നു. ഒടുവിൽ എപ്പോഴോ ബോധം കെട്ട് വീണു. വിവരം അറിഞ്ഞ് ഞാൻ ഓടി ചെല്ലുമ്പോ തളർന്ന കൈകൾ കൊണ്ട് അമ്മ എന്നെ ചേർത്ത് പിടിച്ചു. അപ്പോഴും അമ്മ പറഞ്ഞത് എനിക്ക് 2000 രൂപ തരാൻ പറ്റാത്ത സങ്കടത്തെക്കുറിച്ചാ. ആ സ്ഥാനത്താ മീനാക്ഷി ഞാനിപ്പോ നിന്റെ അമ്മയെ കാണുന്ന. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? അന്ന് ഞാൻ എന്റെ അമ്മയ്ക്ക് നഷ്ടപ്പെടുത്തിയ ആ പിറന്നാളില്ലേ, അതൊരിക്കൽ കൂടി ആഘോഷിക്കണമെന്നാ. ആ സന്തോഷം എന്റെ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കണമെന്നാ. പക്ഷെ ഇനി ഒരിക്കലും എനിക്കതിന് സാധിക്കില്ല. നിന്റെ അമ്മയ്ക്ക് നീ എന്ന് വെച്ച പ്രാണനാ. സ്വപ്നം കാണാനുള്ള അവകാശം നിന്നെ പോലെ നിന്റെ അമ്മയ്ക്കുണ്ട്. നമുക്കെല്ലാം ഒരു ജീവിതേ ഉള്ളൂ. നമ്മള് കാരണം ഒരാൾക്കും ഒരവസരം നഷ്ടപ്പെടരുത്. പിന്നീട് നമ്മൾ എത്ര വിചാരിച്ചാലും അത് തിരിച്ചു കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് നീ ഇപ്പൊ തിരിച്ചു പോണം. നിന്റെ അമ്മയോടുള്ള പിണക്കും എല്ലാം നീ മറക്കണം. ചേച്ചി പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. അമ്മയ്ക്ക് സ്വപ്നം കാണാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷെ അത് എന്റെ സന്തോഷം കളഞ്ഞോണ്ടാവണോ? അമ്മയ്ക്ക് തന്നെ തന്റെ തെറ്റ് ഒരിക്കൽ ബോധ്യാവും. അന്നേ ഇനി ഞാൻ സ്കൂളിലേക്ക് പോവും. എനിക്ക് എന്റെ ജീവിതം എന്റെ ഭാവിയും തന്നെയാ വലുത്. ആന്റിക്ക് ടെൻഷൻ ഉണ്ടോ? ഉണ്ടെന്ന് എനിക്കറിയാം. അതാർക്കായാലും ഉണ്ടാവും. ഞാൻ 5ാം ക്ലാസ്സിലായപ്പോ എന്റെ സ്കൂള് മാറി. പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതിന്റെ തലേ ദിവസമേ പേടിച്ച് പനിച്ച് വിറച്ച് കിടന്ന ആളാ ഞാൻ. പക്ഷെ പുതിയ സ്കൂളിലെത്തി 2 ദിവസം കഴിഞ്ഞപ്പോ എന്റെ പേടിയൊക്കെ മാറി. അതുകൊണ്ട് പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടി ഒന്ന് ഉഷാറാകുമ്പോ ആന്റിയുടെയും ഈ ടെൻഷനൊക്കെ പമ്പ കിടക്കും. നോക്കിക്കോ. മോള് പറഞ്ഞ കേട്ടപ്പോ തന്നെ എന്റെ പകുതി ടെൻഷൻ മാറി. അപ്പൊ നല്ല കുട്ടിയായി ടീച്ചേഴ്സ് പറയുന്നൊക്കെ ശ്രദ്ധിച്ചു മനസ്സിലാക്കി നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം കേട്ടോ. ശരി മാഡം. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. എന്നാ നീ പോ മോനെ. ദിനേശ.